തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലോട്ട് പോകുന്ന വഴിക്ക് ചിറയൻകീഴ്, കടയ്ക്കാവൂർ എന്നീ ഭാഗങ്ങളിലായിട്ട് ഈ റോഡിൻ്റെ വഴിയരികിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇതെന്താണെന്ന് ആ കടക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഉത്രാട വിളക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഉത്രാട വിളക്ക് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും നമ്മളിവിടെ തിരുവനന്തപുരം ഭാഗത്തൊന്നും സാധാരണയായിട്ട് ഇങ്ങനെ ഉത്രാട വിളക്കൊന്നും കാണാറില്ല. നമ്മൾ ഉത്രാടത്തിനൊക്കെ എപ്പോഴും തിരുവോണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും നമുക്ക് ഉത്രാട ദിവസം. പക്ഷേ ഇങ്ങോട്ടൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് ഇത് വാങ്ങി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഇത് ഇങ്ങനെ ലൂസായിട്ടും കെട്ടാത്തതാണ് ഈ സൈഡിൽ കാണുന്നത്. കെട്ടിയതാണ് മറ്റ് സ്ഥലങ്ങളിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നിലവിളക്ക് കൊളുത്തുന്നതിന് മുകളിലായിട്ട് ഇതിങ്ങനെ തൂക്കിയിടാറുണ്ട്. അപ്പം അതൊരു പടുക്ക പോലെ വാഴയിലയിൽ നിലവിളക്ക്, താമരപ്പൂവ്, കരിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ആ വിളക്കിന് മുകളിലായിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇതിനകത്താണ് കേട്ടോ വിളക്ക് വരുന്നത്. ഇതിനകത്ത് വിളക്ക് വച്ചിട്ട് വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വിളക്ക് അണയാൻ പാടില്ല എന്ന് പറയും. ഉച്ചയ്ക്ക് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വരെ ഈ വിളക്ക് അണയാൻ പാടില്ല. അണഞ്ഞാൽ അത് വളരെ ദോഷമാണെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അപ്പം ഇത് ഈ ഒരു ഭാഗത്തും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇവിടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ പരിസരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ഇങ്ങോട്ടൊന്നും ഇങ്ങനത്തെ ഒരു ആഘോഷമില്ല. അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടപ്പോൾ നല്ല വിചിത്രമായിട്ട് തോന്നി. അപ്പം റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ഈ വലിയ നല്ല ലെങ്തി ആയിട്ടുള്ള ഈ തോരണത്തിന് 600-650 രൂപയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പം ഞാൻ കേട്ടു ഇത് ഇത്രയും റേറ്റിന് ആൾക്കാരൊക്കെ വാങ്ങുമോ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു വാങ്ങും. ഇവിടെ ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്നത് കൊണ്ട് ഇവരെല്ലാവരും വാങ്ങാറുണ്ട്. ഇത് സാധാരണ പണ്ട് കാലങ്ങളിൽ ഒറിജിനൽ പൂ കൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കടലാസ് പൂവും ഈ ഗ്ലേസിങ് പേപ്പറിലൊക്കെയാണ് ചെയ്തു വരുന്നത്. പണ്ട് കാലങ്ങളിൽ ഇതേ മാതൃകയിൽ പൂക്കൾ കൊണ്ടാണ് ഇങ്ങനെ തോരണം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഇതല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്